ഹലോ, ഇന്ന് നമുക്കൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. അധികം സാധനങ്ങളൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സവോളയുടെ 2 പീസും എടുത്തിട്ടുണ്ട്. ചെറിയ 2-3 പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഇതിന് ചുവന്നുള്ളിയാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ സവോള എടുത്തിരിക്കുന്നത്. ഈ സവോളയും തേങ്ങയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ശകലം വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിനുശേഷം അതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് നമുക്കതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു സവോള പകുതി ചോപ്പ് ചെയ്തെടുത്തതാണ്. ശരിക്കും ഇവിടെ ചുവന്നുള്ളിയാണ് വേണ്ടത്. അതുള്ളവർ അതെടുക്കുക. ഒരു 4-5 ചുവന്നുള്ളി, വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ അത്രയും മതിയാവും. അത് പിന്നെ 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ അകത്തോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ആയിട്ടാലും ജസ്റ്റ് ഒന്ന് ചുമ്മാ ചതച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് നല്ലപോലെ ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് എടുക്കണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതിന് അധികം എരിവുണ്ടാവില്ല. പിന്നെ കറിക്ക് നല്ല കളറും കിട്ടും. അതുകൊണ്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് പുളിയാണ്. ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിരാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പുളി വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും അതുപോലെ തന്നെ തേങ്ങയും സവോളയും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ആദ്യമേ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം അരപ്പ് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ആ അരപ്പ് തന്നെ കഴുകി ഒരു 1.5 കപ്പ് വെള്ളം കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് തിളപ്പിക്കാം. ഈ സമയം തന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കാത്തത്. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു തക്കാളി ചോപ്പ് ചെയ്തെടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു 2 തക്കാളി മതിയാവും. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് ചേർക്കാത്തത്. ഇപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഉപ്പും എല്ലാം നോക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കൊരു 2 തക്കാളി ചോപ്പ് ചെയ്തെടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു 2 തക്കാളി മതിയാവും. ഇത് നമ്മൾ ഇപ്പോഴല്ല ഇടുന്നത്. ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. അതിന് ശേഷം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നോക്കിയാൽ നല്ലതുപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഏകദേശം ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ ഇത് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കറി നല്ലതുപോലെ വറ്റി വരും. ഈ കറി വറ്റിയതിന് ശേഷം കടുക് താളിക്കണം. അങ്ങനെ കടുകും കൂടെ താളിച്ച് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് നോക്കുമ്പോൾ അതുകൊണ്ട് തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നല്ലതുപോലെ പറ്റിയിട്ടുമുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷമാണ്. ഇനി ഇത് നമുക്ക് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തു. ചെറുതായി അരിഞ്ഞ ഉള്ളിയും 2 വറ്റൽമുളകും ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയം ചേർക്കാവുന്നതാണ്. അതിനുശേഷം നന്നായി വഴറ്റി നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടണം.
സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ബൈ ബൈ.